എന്നിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, നമ്മൾ ക്ലച്ച് ചവിട്ടി അടുത്ത ഗിയർ കൊടുത്തു. കണ്ടോ? അപ്പൊ നമ്മൾ ഒരു വണ്ടി വരുമ്പോഴാണ് സാറ് ചെയ്യുന്നത്. കണ്ടോ? അപ്പൊ നമ്മൾ കയ്യിൽ സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റത്തില്ല, ഗിയർ മാറത്തില്ല, നമുക്ക് കറക്റ്റായിട്ട് ഏത് ഗിയറാണ് ഇടുന്നത് അറിയാം. അപ്പൊ വീണ്ടും നമ്മൾ സ്പീഡ് കൂട്ടി അതിനുശേഷം വീണ്ടും ആസ്കെട്ട് മാറ്റി ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ കൊടുത്തു. പലർക്കും ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് കൃത്യമായിട്ട് കിട്ടുന്നില്ല. വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് പലർക്കും തെറ്റാറുണ്ട്. കൃത്യമായിട്ട് എങ്ങനെയാണ് ഗിയർ ഷിഫ്റ്റിംഗിന്റെ ബാലൻസ് തെറ്റാതെ ഗിയർ ഷിഫ്റ്റ് കറക്റ്റായിട്ട് ഇടുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ പറഞ്ഞുതരാൻ. നിങ്ങൾക്ക് ഇതുപോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റിപ്പോകുന്നു, അതുപോലെ തന്നെ കൃത്യമായിട്ട് ക്ലച്ചിന്റെ കൺട്രോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബാലൻസ്, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഇന്ന് ക്ലാസ് നടക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേര് സാറേ കുറുപ്പുമടി പെരുമ്പാവൂര് എറണാകുളം അല്ലെ? കുറുപ്പുമടി പെരുമ്പാവൂർ എന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കുന്നത് അതിയ ആഗ്രഹമാണ്, പക്ഷെ ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് വാഹനം ഓടിക്കാൻ പേടിയാണ്. അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്ത് കേരളത്തിന്റെ ഏത് ജില്ലയിലാണ് നിങ്ങളുടെ സ്വന്തമായിട്ട് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നമുക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ ഗിയർ ഇടാന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്തിന് മുമ്പേ നിങ്ങളൊരു വാഹനം വീട്ടിൽ കിടക്കുന്ന സമയത്ത് സാറെ നിർത്തിക്കുക, സാർ സൈഡിലോട്ട് സൈഡ് ചേർന്ന് നിർത്തിക്കുക. ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളൊരു വാഹനം നിർത്തിയതിനു ശേഷം ഓരോ ഗിയർ ഇട്ട് നോക്കണം. ഫസ്റ്റ് എവിടെ സാർ എന്നിട്ട് കാണിച്ച്, ഫസ്റ്റ് എവിടെ, അതുപോലെ തന്നെ നോക്കാതെ തന്നെ വേണം ഇടാൻ. സെക്കൻഡ്, അതുപോലെ തന്നെ തേർഡ്, അതുപോലെ തന്നെ ഫോർത്ത്. അപ്പൊ നമ്മൾ നിർത്തിയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ ഗിയർ ഇട്ടതിന് ശേഷം ഡൗണും ചെയ്യുക, അതുപോലെ തേർഡ് ആക്കുക, അതുപോലെ തന്നെ തേർഡ് ആക്കിയതിനു ശേഷം വീണ്ടും സെക്കൻഡ് ആക്കുക, സെക്കൻഡ് ആക്കിയതിനു ശേഷം ഇങ്ങനെ വീണ്ടും തേർഡ് ആക്കുക. ഇങ്ങനെ നിങ്ങൾ നിർത്തിയിട്ട് ചെയ്യുക. ഇത് നമുക്ക് ബാലൻസ് ആയി വരണം. പലരും എന്ത് ചെയ്യും, ഈ ഗിയർ ഇടുന്ന സമയത്ത് പലരും നോക്കി ചെയ്യും. അപ്പൊ വണ്ടി ഓടിക്കുന്ന സമയത്തോ തെറ്റിപ്പോകും. അതാണ് പലർക്കും തെറ്റാനുള്ള കാരണം. അപ്പൊ നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, പിന്നെ അതിനുശേഷം ഫസ്റ്റ് ഗിയർ കൊടുക്കുക. സാറ് ഫസ്റ്റ് ഗിയർ എന്നിട്ട് ഈ ഫസ്റ്റ് ഗിയർ ഇതുപോലെ ഇട്ടതിന് ശേഷം നിങ്ങൾ സ്റ്റിയറിംഗ് രണ്ട് കൈയും പിടിക്കുക. എന്നിട്ട് ഇടത്തും വലത്തും തിരിക്കാൻ നേരെയാക്കുക. സ്റ്റിയറിംഗ് അങ്ങോട്ട് വലത്തോട്ട് തിരിച്ചു, ഇടത്തോട്ടും തിരിച്ചു, നേരെയാക്കി. എന്നിട്ട് വീണ്ടും സെക്കൻഡ് ഇടുക. കണ്ടോ? അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് പലർക്കും എന്ത് ചെയ്യുന്നത്, തെറ്റിപ്പോകുന്നത്, താമസം വരുന്നത്. വീണ്ടും കാരണം നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മളൊരു വാഹനത്തിന്റെ ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ ഗിയർ തന്നെ കൈ വെച്ചോണ്ടല്ല ഗിയർ ഇടുന്നത്, ഓടിച്ചോണ്ടാണ്. ഓരോ ഗിയർ ഇടും, വീണ്ടും നമ്മൾ സ്റ്റിയറിംഗ് കൈ വരും, അതിനുശേഷം അടുത്ത ഗിയർ ഇടുന്നത്. അപ്പൊ പലർക്കും ആ സമയത്താണ് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റിപ്പോകുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മൾ ന്യൂട്രൽ ആക്കിയായിരുന്നു. വീണ്ടും സാർ ഇപ്പൊ സെക്കൻഡ് ഗിയർ കിടക്കുന്നു. ഈ സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷം വീണ്ടും രണ്ട് കൈ കൊണ്ട് സ്റ്റിയറിംഗ് വരിക, രണ്ട് കൈ അങ്ങോട്ട് ഇടത്തോട്ടും വലത്തോട്ടും നേരെയാക്കുക. അങ്ങനെ ചെയ്യുന്ന വീണ്ടും നമ്മൾ തേർഡ് ഗിയർ ഇടുക. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് തെറ്റിപ്പോകാനുള്ള കാരണം, സമയം എടുക്കാനുള്ള കാരണം, നമ്മൾ രണ്ട് കൈ സ്റ്റിയറിംഗിൽ വന്നതിന് ശേഷം പലരും എന്ത് ചെയ്യും, ഈ ഗിയർ എവിടെ കിടക്കുന്നത് മനസ്സിലാക്കാതെ വെറുതെ വന്നത് ഈ ഗിയറിലോട്ട് കൈപിടിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ തെറ്റുന്നത്. അപ്പൊ നിർത്തി തന്നെ ഇങ്ങനെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം. സാറ് സെക്കൻഡ് തേർഡ് ആക്കി സാറേ, ഇവിടെ വീണ്ടും സ്റ്റിയറിംഗ് വന്നേ, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച്, എന്നിട്ട് വീണ്ടും സെക്കൻഡ് ആക്കിയേ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് താമസങ്ങൾ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ബാലൻസ് ആയാലും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തെറ്റാതെ ഏത് റോഡിലും നമുക്ക് ഗിയറുകൾ ഇടാൻ കഴിയത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ അതിന് ഉദാഹരണത്തിന് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഒരു വണ്ടി നോക്കി എടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, നമ്മൾ ക്ലച്ച് ചവിട്ടി അടുത്ത ഗിയർ കൊടുത്തു. കണ്ടോ? അപ്പൊ നമ്മൾ ഒരു വണ്ടി വരുമ്പോഴാണ് സാറ് ചെയ്യുന്നത്. കണ്ടോ? അപ്പൊ നമ്മൾ കയ്യിൽ നിന്ന് സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റത്തില്ല, കയ്യിൽ നിന്ന് വണ്ടിയുടെ ഗിയർ മാറത്തില്ല, നമുക്ക് കറക്റ്റായിട്ട് ഏത് ഗിയറാണ് ഇടുന്നത് അറിയാം. അപ്പൊ വീണ്ടും നമ്മൾ സ്പീഡ് കൂട്ടി അതിനുശേഷം വീണ്ടും ആസ്കെട്ട് മാറ്റി ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ കൊടുത്തു. കണ്ടോ? അവർ വണ്ടി വരുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത ഗിയർ ഇടാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, സ്പീഡ് വീണ്ടും കൂട്ടി ക്ലച്ച് ചവിട്ടി അടുത്ത ഗിയർ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ ജംഗ്ഷൻ വന്നു, സാറ് വീണ്ടും സെക്കൻഡ് ആക്കി, അതിന് വീണ്ടും പോകുന്നു. കണ്ടില്ല? നമ്മുടെ സൈഡിൽ തന്നെ ചേർത്ത് തന്നെ വണ്ടി ഓടിക്കുക. അപ്പൊ നമുക്ക് ഒരു വാഹനത്തിന്റെ ഗിയർ ഇടുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ സൈഡ് ലെഫ്റ്റ് സൈഡ് തന്നെയാണെന്ന് കൃത്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഗിയർ തെറ്റാതെ ഗിയർ നോക്കാതെ ഈ ഒരു രീതി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ വണ്ടി ഓടിക്കുമ്പോഴും നമ്മുടെ സൈഡിൽ തന്നെ ചേർത്ത് ഇതുപോലെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇതുപോലെ ഗിയർ ഇടുമ്പോൾ തെറ്റാതെ നമുക്ക് ഇടാൻ കഴിയുകയുള്ളൂ. സാർ അടുത്ത ഗിയർ ഇടാൻ പോകുന്നു. അപ്പൊ അതിനുവേണ്ടി ആക്സിലേറ്റർ കൊടുത്തു, ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ കൊടുത്തു. കണ്ട? കൃത്യമായിട്ട് നമ്മുടെ സൈഡിൽ തന്നെ നിന്ന് എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ പ്രയാസങ്ങളാണ്, വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. പലരും ഓരോ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് പലരും വന്ന് കമന്റായിട്ട് ചോദിക്കുന്നുണ്ട്. ഈ സമയമില്ലാത്തതിന്റെ പേരിൽ കടത്തിച്ച്
ക്ലാസ്സുകളുള്ള സമയം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വലിയ വീഡിയോ ചെയ്യാത്തതിന്റെ കാരണം. ഇപ്പൊ 1 മാസത്തോളമായി ഞാൻ വലിയ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് കമന്റ് ആയിട്ട് തന്നെ ചോദിച്ചാൽ ഞാനത് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ വീഡിയോ രൂപത്തിൽ പറഞ്ഞു തരുന്നതായി. അതുകൊണ്ട് ലൈവായിട്ട് തന്നെ ഞാനിത് ഒരാളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കൊണ്ട് തന്നെ ഞാൻ ഇത് ചെയ്യിപ്പിക്കാനുള്ള കാരണം. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണം അതി ആഗ്രഹമാണ്. എന്റെ ജില്ല തന്നെ കാരണം പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കും എന്റെ ജില്ലയിൽ വരും എന്റെ ജില്ല. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.